വർഷങ്ങൾക്ക് ശേഷം വിനീതിൻ്റെ മാജിക്കുള്ള ഒരു മൂവി യെറ്റ് അഗെയിൻ വിനീത് ശ്രീനിവാസൻ പൊളിയാണ്. ഒരുപാട് പേരെ പറ്റി പറയണമെന്നുണ്ട്. സ്റ്റാർട്ടിങ് വിനീത് ശ്രീനിവാസൻ താങ്ക് യു, ഒരു അടിപൊളി പടമാണ്. സെക്കൻഡ് പ്രണവ് നന്നായിട്ട് എന്ത് ചെയ്തു. ഒരു സീനിൽ പോലും എന്താ പറയുക, പല സീനിൽ നമുക്ക് ലാലേട്ടനെ പോലെ ഒരു ഫീലിംഗ് ഒക്കെ തരുന്നുണ്ട്. ഞാൻ ശരിക്കും ഈ സിനിമ ഞെട്ടിയത് ധ്യാൻ്റെ പെർഫോമൻസ് കണ്ടാണ്. കാരണം ഹൃദയത്തിൽ നമ്മൾ പ്രണവിൻ്റെ പെർഫോമൻസ് ഞെട്ടിയെങ്കിൽ ഇതിനകത്ത് ധ്യാൻ ശരിക്കും ഓസമായിട്ട് ലൈക്ക് പുള്ളിക്ക് ഇത്രയും പറ്റുന്ന പുള്ളി അടിപൊളി കാണിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഐറ്റം വരുന്നുണ്ട് മോനെ, നിതിൻ പോളി എനിക്ക് അടിപൊളിയായിട്ട് പുള്ളിയുടെ അഴിഞ്ഞാട്ടാണ് സെക്കൻഡ് ഹാഫ്. നിവിൻ പോളിയുടെ ഒരുപാട് ചിരിക്കാനുണ്ട് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഫീലായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരുപാട് ചിരിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ പറയുന്ന കഥയാണ്. മൊത്തത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് വിനീത് ശ്രീനിവാസൻ. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, ഒത്തിരി ചിരിക്കാനുണ്ട്. ആൻഡ് വെരി ഹാപ്പി വിത്ത് ഇറ്റ്. പൊളിച്ചു. ഒരു 2-3 ചെറിയ ക്യാമിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നന്നായി പോകണ്ടായിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ പൊളിച്ചു. ഞാൻ പറഞ്ഞില്ലേ മൊത്തേ നിവിൻ പൊളിയില്ല, നിതിൻ പൊളി. ഞാൻ പറയുന്നില്ല, സെക്കൻഡ് ഹാഫ് വന്നൊരു അഴിഞ്ഞാട്ടം. ആ നിവിൻ്റെ ആ പാട്ടിൻ്റെ സ്കോർ കൂടി കണ്ട് ഒരു മാസ് എൻട്രി, അതിനുശേഷം പിന്നെ ഫുൾ ഓൺ കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് ആക്ച്വലി നിവിൻ്റെ കയ്യിലായിരുന്നു. ഇവരുടെ ധ്യാനും ആൻഡ് പ്രണവിൻ്റെ കോമ്പിനേഷൻസ് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. പഴയ ഈ മോഹൻലാൽ ശ്രീനിവാസൻ ഡയലോഗ്സ് ഒക്കെ അതൊക്കെ വരുമ്പോൾ ഉള്ള ഒരു റെഫറൻസുകൾ നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. തിയേറ്ററിൽ ശരിക്കും എൻജോയ് ചെയ്തൊരു കണ്ണ് നിറയും മനസ്സ് നിറയും, ഒത്തിരി ചിരിക്കാനുണ്ട്. വെരി ഹാപ്പി. കിടിലം പടം, ഒരു രക്ഷയില്ല. അതായത് ധ്യാൻ ശ്രീനിവാസൻ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് ധ്യാനിന് ഇത്രയും കിടിലനായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നിട്ടാണ് കഴിഞ്ഞ കുറച്ച് കൂതറ പടത്തിൽ പോയി അഭിനയിച്ചതെന്ന് ആലോചിച്ചു പോയി. കാരണം പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ത്രൂ ഔട്ട് ക്യാരക്ടർ പിടിച്ചാൽ പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ വരെ പുള്ളി അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വോയിസ് മോഡുലേഷൻ ആണെങ്കിലും കിടിലനായിട്ട് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ ചെയ്തിട്ടുള്ളത്. അതായത് ക്യാരക്ടർ പിടിച്ച് ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. കിടിലൻ പെർഫോമൻസ് ആണ് ധ്യാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിച്ചാൽ മതി. ഇതേപോലെ കിടിലൻ ഡയറക്ടേഴ്സിന് ഇനിയും ധ്യാൻ ഡേറ്റ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പടം കിടിലാണ്. പ്രണവ് മോഹൻലാലും തകർത്തിട്ടുണ്ട്. അതായത് പ്രണവ് മോഹൻലാലിൻ്റെ പല സീക്വൻസിലും ഇല്ലേ കറക്റ്റ് ലാലേട്ടൻ്റെ പല സമയത്ത് ഓർമ്മ വരുന്നത് നോക്ക്. പ്രണവിന് ഈ തുടക്കത്തിൽ ഒരു പാട്ടുണ്ട്, അതിനകത്ത് ഈ പ്രണവ് ലിപ്പ് സിങ്ക് ചെയ്തേക്കണത്. അത് ലാലേട്ടൻ എന്ത് കിടിലായിട്ടാണ് ലിപ്പ് സിങ്ക് ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ. അതേപോലെ തന്നെയാണ് പ്രണവും ലിപ്പ് സിങ്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് മോസ്റ്റ് എൻ്റർടൈനിങ് ട്രാക്ക് എന്താണെന്ന് വെച്ചാൽ നിവിൻ പോളിയുടെ വരവിൽ തിയേറ്റർ കുലുങ്ങിയിട്ടുണ്ട്. കാരണം അത്രക്കും ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ വരവിലുള്ളൊരു സ്കോറിംഗ് ഒക്കെ ഉണ്ട്. ആ നേരത്തെ റിലീസ് ചെയ്ത പാട്ട്, അതിൻ്റെയൊക്കെ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അന്യായമായിരുന്നു. ശരിക്കും കൈയടിച്ചു പോയി. നിവിൻ പോളി ആകെ ഒരു 20-25 മിനിറ്റ് ഉള്ളെങ്കിലും പുള്ളിയുടെ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതായത് പുള്ളിയുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു നിവിൻ പോളിയുടെ. പിന്നെ ബാക്കിയുള്ളവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അതേപോലെ തന്നെ നമുക്കൊരു 3 മണിക്കൂറുണ്ടെങ്കിലും ഒരു തരത്തിലും ലാഗോ ഒന്നുമില്ല, ഫുള്ളി എൻഗേജ്ഡ് ആണ് പടം. പിന്നെ ഇവരുടെ ഓരോ കാലഘട്ടം കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ക്യാരക്ടേഴ്സിനുണ്ടാവുന്ന ചേഞ്ചും, അതായത് പ്രായമൊക്കെ വരുമ്പോൾ പ്രായത്തിലുണ്ടാവുന്ന ആ ഒരു ഇതൊക്കെ കിടിലിനായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കോമ്പിനേഷൻ അടിപൊളിയാണ്, പ്രണവിൻ്റെയും ധ്യാൻ്റെയും. പിന്നെ ബേസിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടിലൻ ഫീൽ ഗുഡ് എൻ്റർടൈനറാണ്. നമുക്ക് ഈ വിഷുവിന് വന്ന് കാണാൻ പറ്റിയ ഒരു കിടിലൻ എൻ്റർടൈനറാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ ആളുകൾ അടിപൊളിയായിട്ടുണ്ട്. അതായത് ഹൃദയത്തിനേക്കാളും കിടിലൻ വർഷങ്ങൾക്ക് ശേഷമാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്യാമിയോ ഉണ്ട്, അത് തിയേറ്ററിൽ തന്നെയാണ്.